ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2004 ആഗസ്റ്റ് മാസം 1 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധിന്യായം പറഞ്ഞു. ആ വിധിന്യായം എന്ന് പറയുന്നത് 2009 വിദ്യാഭ്യാസ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായും ബന്ധപ്പെട്ടവരെ കേട്ടും ഇക്കാര്യത്തിൽ വിദഗ്ധരായവരുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം മാത്രമേ കേട്ട് ഇപ്പോൾ ഉള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ ഒരു വിധിയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2024 മെയ് മാസം 25-ാം തീയതി ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനവും 25 ശനിയാഴ്ചകൾ പൊതുദിനങ്ങളാക്കിയ വിദ്യാഭ്യാസ കലണ്ടറും നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞുള്ള ഉത്തരവ് കോടതി ഇറക്കുന്നതിന് വേണ്ടി തയ്യാറായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2024 ആഗസ്റ്റ് മാസം 1 ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശമനുസരിച്ച് ഒരു ഉന്നതതല കമ്മിറ്റിയെ ഇത് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത്. 5 അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു. ആ സമിതി നൽകിയിട്ടുള്ള നിർദ്ദേശം കോടതിക്ക് തുല്യമാണ്. കോടതി പറഞ്ഞ അനുസരിച്ചാണല്ലോ. അത് പ്രകാരമാണ് ഇപ്പോൾ കാണുന്ന 15 മിനിറ്റ് രാവിലെയും വൈകുന്നേരം 15 മിനിറ്റും കൂടുതൽ എടുക്കുന്നതിന് വേണ്ടി പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഇതിലെ നിയമങ്ങളും ചട്ടങ്ങളും നോക്കിയാൽ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 പ്രകാരം ഓരോ സ്കൂൾ വർഷത്തിലും സാധാരണഗതിയിൽ ചുരുങ്ങിയത് പരീക്ഷാ ദിവസങ്ങൾ കൂടാതെ 220 സാധ്യമായ ദിവസങ്ങൾ ഉണ്ടായിരിക്കണമെന്നും എന്നതിന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് ഗുജറാത്തിൽ ഇത് 243 പ്രവൃത്തി ദിവസമാണുള്ളത്. ഗുജറാത്തിൽ. ഉത്തർപ്രദേശിൽ 233 പ്രവൃത്തി ദിവസമാണുള്ളത്. കർണാടകത്തിൽ 244 പ്രവൃത്തി ദിവസമാണുള്ളത്. ആന്ധ്രാപ്രദേശിൽ 233 പ്രവൃത്തി ദിവസമാണുള്ളത്. ഡൽഹിയിൽ 220 എന്നീ പ്രകാരമാണ് പ്രവൃത്തി ദിവസങ്ങളുള്ളത്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഈ പങ്കെടുത്ത സംഘടനകളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം. പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട്, നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെന്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷെ ഇപ്പോൾ എടുത്ത തീരുമാനവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പൊ എടുത്ത തീരുമാനം എന്താ? 15 രാവിലെയും 15 വൈകുന്നേരം അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അല്ല, നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനമാണല്ലോ. നമ്മൾ ഒരിക്കലും ആരോടും ചർച്ച ചെയ്യില്ലെന്നോ പിന്നെ അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റൂലല്ലോ. കോടതിയിൽ പോകണമെന്നോ അല്ല, അത് അവര് പോട്ടേതോ? പരാതിയുള്ളവർക്ക് വേണമെങ്കിൽ കോടതി പോവാം. അത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നും ഉറപ്പ് കൊടുത്തിട്ടില്ല. അല്ല, അതൊന്നുകൂടെ വ്യക്തമാക്കാം. നമ്മളൊരു ജനാധിപത്യ സംവിധാനമാണല്ലോ. ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവരുമായി ചർച്ച ചെയ്യുന്നു. നമ്മൾ പിന്നെ ഒരു കാലഘട്ടത്തിലും ലോകം അവസാനിക്കുന്നവരെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യില്ല എന്നൊരു നിലപാടെടുക്കാൻ പറ്റില്ലല്ലോ. അടുത്ത അക്കാഡമിക് ഇയറിൽ ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണ്. അടുത്ത അക്കാഡമിക് ഇയറിൽ ഈ പ്രശ്നമല്ല, ഇനി വേറെ ഏതെങ്കിലും പിന്നെ പ്രശ്നം ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണെങ്കിൽ ചർച്ച ചെയ്യും. ഇത് മാത്രമല്ല, ഏത് വിഷയമാണോ ചർച്ച ചെയ്യാം.
അതെ, അതുകൊണ്ട് അങ്ങനെ തന്നെയല്ലോ ആദ്യമേ പറഞ്ഞല്ലോ. ഗവൺമെന്റ് നിലപാടുള്ള നന്നായി പറഞ്ഞവരെ മനസ്സിലാക്കി. അത് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. അവർക്ക് ഇത്രയും ദിവസം ബോധ്യപ്പെടാത്തതുകൊണ്ടാണല്ലോ അവർ ചർച്ചയ്ക്ക് വരികയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. ഞാൻ നമ്മുടെ നിലപാട് പറഞ്ഞു, ബാക്കി ഇനി അവരോട് ചോദിക്കുക. അവര് മാത്രമല്ല, ബാക്കി ഞാൻ പറഞ്ഞ CMS കാരുണ്ട്, KPS MA കാരുണ്ട്, എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട്, മദ്രാസ ബോർഡുണ്ട്, അവരെല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഉപാധിയൊന്നും വച്ചിട്ടില്ല. അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ പറയാൻ പറ്റുന്ന ഉപാധികളായിരിക്കില്ല. അവർക്ക് പക്ഷെ ബോധ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വർഷം അതൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരും ഓരോ വാക്കിനും ഓരോ സെന്റൻസിനും നമ്മൾ എന്തിനാണ് അവരുടെ അഭിപ്രായം? അല്ലല്ല, കോടതി അങ്ങനെ പറഞ്ഞില്ല. ഇനിയിപ്പോ സുപ്രീം കോടതി പോയി ഈ കോടതി നാളെ തള്ളിയാൽ കോടതി വിധി ഏതെങ്കിലും ഒരു കാലഘട്ടത്തേക്കൊന്നും പറയാൻ പറ്റില്ല. സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നത് വരെ കോടതി വിധി ഇങ്ങനെ മറിയും തിരിഞ്ഞിരിക്കും. ഇപ്പൊ നിലവിൽ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയേണ്ടത് അങ്ങ് പറഞ്ഞ് ക്ലിയറാക്കി. എന്ത് ചെയ്യാൻ പണിയണ്ട? ജനാധിപത്യ സംവിധാനമല്ലേ?